എങ്ങനെ കൊടുക്കണം എന്ന് മനസ്സിലാക്കണം. ശുദ്ധമായ പാലാണ് എങ്ങനെ ഉണ്ടാക്കേണ്ടത്? ശുദ്ധമായ പാലിൽ പ്രധാനമായിട്ടുള്ളതാണ് ഫസ്റ്റ് അങ്ങനെ ചെയ്യുന്ന ആഡഡ് വാട്ടർ ഉണ്ടെങ്കിൽ ശരിക്കും നമുക്ക് എന്ത് ചെയ്യാം, പാല് റിജക്ട് ചെയ്യാം. അതായത് ശുദ്ധമായ പാലിന്റെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ ആഡഡ് വാട്ടർ ഇല്ലെങ്കിൽ നമുക്കത് പ്രഥമ ടെസ്റ്റ് ചെയ്യാനുള്ളത് ശുദ്ധമായ പാലിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ പാലിനകത്തുള്ള അണുക്കളുടെ കൗണ്ട് നോക്കണം. അതായത് MDR റിഡക്ഷൻ നമ്മൾ 10 ml ബീഫിലോട്ടേക്ക് 1 ml MDR സൊല്യൂഷൻ ആഡ് ചെയ്ത് വാട്ടർ ബാത്തിൽ വെച്ചിട്ട് അതിൻ്റെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യും. അപ്പോൾ എത്രത്തോളം സമയം ദൈർഘ്യം കിട്ടുമോ, അല്ലെങ്കിൽ ഈ നീല കളർ മാറി തിരിച്ച് പാലിന്റെ കളറിലോട്ടേക്ക് വരാൻ എത്ര സമയം എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് MDRT ടെസ്റ്റ് വഴി നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പം അതിന്റെ സമയം എത്രത്തോളം മണിക്കൂറുകൾ കൂടും അത്രയും പാലിന്റെ ക്വാളിറ്റി കൂടും. അതേസമയം അരമണിക്കൂറിന്റെ താഴോട്ടേക്കാണ് വരുന്നതെങ്കിൽ ആ പാല് പൂർണ്ണമായും കേടായ പാലാണ്, കംപ്ലൈന്റ് ഉള്ള പാലാണ്, ആ പാല് റിജക്ട് ചെയ്യുകയും ചെയ്യും. ഈ രീതിയിലാണ് നമുക്ക് ഒരു ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ നമുക്ക് അതിന്റെ ക്വാളിറ്റി ഉറപ്പുവരുത്താനുള്ള മണിക്കൂറിന് ശേഷം നമ്മൾ ഈ പാല് വീണ്ടും എടുത്ത് നോക്കണം. അപ്പോൾ വീണ്ടും എടുത്ത് നോക്കുമ്പോൾ ഇതിന്റെ കളറ് കണ്ടോ? അഥവാ 180 മിനിറ്റിന് ശേഷം ഇതിന്റെ കളറ് നീല തന്നെയാണ്. അഥവാ 180 മിനിറ്റിന് ശേഷം നല്ല ക്വാളിറ്റിയിലുള്ള പാലാണ് എന്നുള്ളതാണ് ഇത് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇത് ഈ നീല കളറ് മാറിയിട്ട് അഥവാ ഒരു വെള്ള കളറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സാധാരണ പാലിന്റെ കളറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വെള്ള കളറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അരമണിക്കൂറിന്റെ ഉള്ളിൽ ഈ പാല് അഥവാ നമ്മൾ ഈ നീല കളറിന് പകരം വെള്ള കളറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആ പാല് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അത് ആ കർഷകന് തന്നെ തിരിച്ചു കൊടുത്തിട്ട് ആ പശുവിനെ ഡോക്ടറെ കൊണ്ട് കൺസൾട്ട് ചെയ്യാനും വേണ്ടിയിട്ട് പറയുന്നതാണ്. കാരണം അങ്ങനെ അഥവാ ഈ പാല് നമ്മൾ ശുദ്ധമായ പാലാണ് എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ശാസ്ത്രീയമായി നമ്മൾ തെളിയിക്കപ്പെട്ടിട്ടില്ല. അഥവാ പരിശോധനയിലൂടെ ലേബ പരിശോധനയിലൂടെ ശാസ്ത്രീയമായിട്ട് മികച്ചതാണ് എന്ന് തെളിയിക്കപ്പെട്ടതിന് ശേഷം മാത്രം ഗുണഭോക്താവിലേക്ക് ഈ പാൽ എത്തുന്നു എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് തീർച്ചയായിട്ടും ശുദ്ധമായ പാലാണ് ഈ പാല് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത്.